പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പൂവിടുന്ന ആൽമരങ്ങൾ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ ഇരുത്തി പൂജ ചെയ്ത ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഇവിടം വിപുലീകരിച്ച് രാവിലെയും വൈകിട്ടും പൂജയും മണ്ഡലകാലത്ത് 41 ദിവസത്തെ വ്രതവും പൂജയും നടത്തിയിരുന്നു. കോലത്തുകര ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് ഗ്രന്ഥശാല ഒരു ദേവാലയം കൂടിയായിരുന്നു. ക്ഷേത്രത്തിന്റെ ഗ്രന്ഥശാല ഭാഗത്തുള്ളവർ വടക്കേക്കരക്കാരെന്നും ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുള്ളവർ തെക്കേക്കരക്കാരെന്നും 2 ചേരിയായി പിരിഞ്ഞു. കോലത്തുകര ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കും പൂജാതി കാര്യങ്ങൾക്കും വടക്കേക്കരയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും പങ്കുകൊള്ളാതെയായി. 2 കരക്കാർ തമ്മിലുള്ള ഈ ചേരിതിരിവ് തൃപ്പാദങ്ങൾ അറിയാനിടയായി. കേസിന് പോകാൻ അവർ തീരുമാനിച്ചു. ഇതറിഞ്ഞപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ 2 കരക്കാരോടും കേസിന് പോകരുത് എന്ന് ഉപദേശിച്ചിരുന്നു. തൃപ്പാദങ്ങളുടെ വാക്കിനെ മറികടന്ന് കേസിന് പോയി അവർ തോറ്റു. ക്ഷേത്രത്തിനോട് ചേർന്ന് സ്വാമി തൃപ്പാദങ്ങൾ 3 ആൽമരം നട്ടു. ഒരെണ്ണം കിഴക്ക് ഭാഗത്ത് തൃപ്പാദങ്ങളുടെ വിശ്രമ മന്ദിരത്തിന്റെയും ശ്രീകോവിലിന്റെയും ഇടയിലായിരുന്നു. മറ്റ് 2 എണ്ണം തെക്കും വടക്കുമായിട്ട് നട്ടു. തെക്കും വടക്കുമുള്ള ആൽമരങ്ങളുടെ ശിഖരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കാലത്ത് നിങ്ങളിനി യോജിച്ചാൽ മതി എന്ന് തൃപ്പാദങ്ങൾ കൽപ്പിച്ചു. വടക്കും തെക്കുമുള്ള ആൽമരങ്ങളുടെ ശാഖകൾ കൂട്ടിമുട്ടിയ സമയത്താണ് തെക്കേക്കരക്കാരും വടക്കേക്കരക്കാരും തമ്മിൽ ഒന്നിച്ചത്. ഇന്ന് 2 കൂട്ടരും ഒന്നിച്ചു ചേർന്നാണ് ഗ്രന്ഥശാലയുടെയും ക്ഷേത്രത്തിന്റെയും കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഉത്സവങ്ങൾ നടത്തുന്നതും ഈ 2 കരക്കാരും ഒന്നിച്ചാണ്. മഹാഗുരു സ്വന്തം കൈകളാൽ നട്ടുവളർത്തിയ കോലത്തുകരയിലെ 3 ആൽമരങ്ങൾ ഇന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന ത്രിമൂർത്തി സങ്കല്പത്തിൽ നട്ടുവളർത്തിയ ആൽമരങ്ങൾ 3 കാലഭേദങ്ങൾക്കതീതമായി ഇന്നും 3 സമയത്ത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു മരം എപ്പോഴും തളിർത്തു നിൽക്കും. ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായി ISROയിൽ നിന്നും കാർഷിക കോളേജിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ കോലത്തുകരയിൽ വന്ന് നിരന്തരം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗ്രന്ഥശാലയുടെ ശതാബ്ദി ആഘോഷം 1920 ഒരു വർഷത്തെ ആഘോഷ പരിപാടികളോടുകൂടി നടത്തിയിരുന്നു. ഇന്ന് കേരളത്തിലെ ഗ്രന്ഥശാലകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ഈ ഗ്രന്ഥശാല. ഈ ഗ്രന്ഥശാലയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് പുതിയ ഒരു 2 നില കെട്ടിടം അന്നത്തെ ഗവർണറായിരുന്ന VV ഗിരി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലയും ക്ഷേത്രവും പള്ളിക്കൂടവും എല്ലാം മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ്. ഏതൊരു വിഷയത്തെയും വിശ്വാസത്തോടും ത്യാഗമനോഭാവത്തോടും കൂടി സമീപിച്ചാൽ ആശയവ്യത്യാസവും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതാകും. ഏതൊന്നിനെയും വൈകാരികമായി നോക്കിക്കാണുമ്പോൾ ആശയവ്യത്യാസങ്ങൾ രൂപപ്പെട്ടേക്കാം. വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും മതവും രാഷ്ട്രീയവും അങ്ങനെ ഏതൊന്നും വൈകാരിക തലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ദിശാബോധം നഷ്ടപ്പെട്ട് അലയേണ്ടി വരും. ലക്ഷ്യത്തിലെത്താൻ കഴിയാതെയും വരും. അഹങ്കാരം, അത്യാഗ്രഹം, വൈകാരികമായ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ഇവയെല്ലാം മനസ്സുകളെ തമ്മിൽ അകറ്റും. വീണ്ടും യോജിക്കുക എന്നുള്ളത് പ്രയാസമാണ്. സ്വാമി തൃപ്പാദങ്ങളുടെ കൃപയുണ്ടെങ്കിൽ അഹങ്കാരം നശിച്ച് വസ്തുതകൾ ഉൾക്കൊണ്ട് മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു. ഗുരുകൃപ ഒന്നു മാത്രമാണ് അഹങ്കാരം ഇല്ലാതാക്കി മനസ്സുകളെ
തമ്മിൽ ഒന്നിപ്പിക്കുന്നത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.